എന്നാലും ഇങ്ങനെയൊന്നും പറ്റിക്കരുതേ. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഓരോ വീഡിയോസ് കണ്ട് നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തുമ്പോഴേ ഇതുപോലുള്ള പണികളും ഇടയ്ക്ക് കിട്ടാറുണ്ട്. ഇത് ഒരു മാസം മുമ്പ് ഞാൻ സേവ് ചെയ്ത് വെച്ച വീഡിയോ ആണ്. ഇങ്ങനെ റോസ് പെറ്റൽസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിയുമ്പം ഇതുപോലുള്ള വെള്ളം കിട്ടും. എന്നിട്ട് അത് നമ്മൾ പഞ്ചസാരയും കൂടി ഇട്ട് നല്ല രീതിയിൽ കുറുക്കി കഴിയുമ്പോൾ നല്ല അടിപൊളി റോസ് സിറപ്പ് കിട്ടുന്നു. എന്നാൽ പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ആ റോസ് സിറപ്പ് ഉണ്ടാക്കി അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പരീക്ഷണത്തിന് മുതിർന്നത്. പക്ഷേ ആ ഒരു റോസിൻ്റെ ആ ഒരു വാട്ടറിനുണ്ടല്ലോ എന്തൊരു കയ്പാന്നൊരു ഒരു വൃത്തികെട്ട രുചി. ഒരു റോസ് സിറപ്പിൻ്റെ ടേസ്റ്റൊന്നുമില്ല. അവസാനം അത് മൊത്തം എടുത്ത് കളയേണ്ടി വന്നു. പിന്നെ അവിടെ ഉണ്ടാകുന്ന സാധനം കൊണ്ട് നമ്മൾ വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഒക്കെ ചെയ്യുന്നത് പോലെ ഞാൻ പെട്ടെന്ന് ഒരു പിസ്ത ഫോറസ്റ്റ് ഉണ്ടാക്കി എടുത്തു. പിസ്ത കോമ്പൗണ്ടും ചെറിയൊക്കെ ഇട്ടിട്ട്. പിന്നെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അങ്ങനെ അധികം വിപ്പിംഗ് ക്രീം ഒന്നും യൂസ് ചെയ്യുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് വിപ്പിംഗ് ക്രീമും ബാക്കി കേക്കും ഉള്ള രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തത്. പിന്നെ സമയം വളരെ കുറവായതുകൊണ്ടും റോസ് സിറപ്പ് പണി തന്നതുകൊണ്ടും ഇതുപോലുള്ള സിമ്പിൾ ഹാർട്ട്സ് വരയ്ക്കുന്ന ഡിസൈനോടെ ചെയ്തിട്ട് ഞാനൊന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ നമ്മൾ വീട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു. ഒരു കുഞ്ഞ് കേക്ക് കട്ടിങ് ആയിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇവരുടെ അടുത്ത് നല്ല പുട്ടും ബീഫും പിന്നെ പുട്ടും ചിക്കനും ഇങ്ങനെ വാഴയിൽ പൊതിഞ്ഞ് കിട്ടുന്നൊരു കടയുണ്ട്. അവിടെ നിന്ന് നമ്മൾ പുട്ടൊക്കെ മേടിച്ച് നമ്മുടേതായുള്ള രീതി ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു.